നമ്മൾ ഇത്തിരി സമയം കണ്ടതുപോലെയല്ല, കടല് പോലെ പരന്ന് കിടക്കുകയാണ്. 13-14 AC റൂമുകളുള്ള വലിയൊരു ഹൗസ് ബോട്ടാണ്. 13 ലൈഫ് ഫിഷ്. ലൈഫ് ഫിഷാണ്. ആ ടാങ്കിലുള്ള ഫിഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് അവർ റെഡി. കരിമീൻ ഫ്രൈ, കക്ക ഫ്രൈ, ഊണ്, ഒരു രക്ഷയില്ലാത്ത വൈവാണ്. പമ്പക്കായലിൽ നിന്ന് കോരിയ ഫ്രഷായിട്ടുള്ള കക്ക ഫ്രൈയും അതേപോലെ പമ്പക്കായലിൽ നിന്ന് പിടിച്ച ലൈവായിട്ടുള്ള കരിമീൻ ഫ്രൈ ആണ് ഇപ്പോൾ കഴിച്ചത്. നല്ല വെള്ള കളറിൽ, വെള്ളയും നീലയും കളറിൽ KSRTC ബസ്സൊക്കെ പോലെ ഓടുന്ന ബോട്ട്. എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടനാട്ടിൽ തന്നെയാണ് ഉള്ളത്. കുട്ടനാട് ഇപ്പം ഞാനിത് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിന് അടുത്തത് കുട്ടനാട്ടിൽ നിന്ന് തന്നെ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ കുട്ടനാട്ടിൽ തന്നെ എടുക്കും, ഇല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണോ അവിടുന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കുട്ടനാട് തന്നെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലാണ് ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ആദ്യം എവിടെ പോയത്, ഫസ്റ്റ് കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആദ്യം പോയ കായൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുന്നമട കായൽ, അതിനുശേഷം മറ്റേ മീനപ്പള്ളി കായൽ, അതിനുശേഷം വട്ടക്കായൽ. ഇപ്പം നമ്മൾ വേമ്പനാട്ട് കായലിലെത്തി. വേമ്പനാട്ട് കായൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, കാഴ്ച എന്നൊക്കെ പറയുന്ന പടത്തിലൊക്കെ കാണിക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. പിന്നെ കുട്ടനാടങ്ങും ജയിൽ വെട്ടുവെള്ളം തുടങ്ങുമ്പോൾ പാട്ടെന്ന് പാടടി കക്കറുമ്പി. അപ്പം ആ ഒരു വൈബാണ്. അപ്പോൾ ഈ വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്തിരി സമയം കണ്ടതുപോലെയല്ല, കടല് പോലെ പരന്ന് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇതൊരറ്റം കാണുന്നില്ല. ഇതാണ്ട ശരിക്കും കടൽ തന്നെ. ഏകദേശം 3-4 കിലോമീറ്റർ അപ്പുറം വരെ ഹൗസ് ബോട്ട് കാണാൻ പറ്റും. അത്രയും പരന്ന് കിടക്കുന്ന. പിന്നെ ഇവിടെയാണ് ചെറിയൊരു തുരുത്ത് അല്ലെങ്കിൽ എന്താ പറയുക ചെറിയൊരു കര കാണുന്നത്. ബാക്കി ചുറ്റോട് നല്ല മറ്റേ എന്താ പറയുക അത്രയും പരന്ന് കിടക്കുന്നൊരു കായലാണ് ഈ വേമ്പനാട്ട് കായൽ. എനിക്കൊന്ന് കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ പുന്നമട കായലായാലും ശരി, പിന്നെ മീനപ്പള്ളി കായലായാലും ശരി, വട്ടക്കായലായാലും ശരി, ഈ എല്ലാ കായലിനേക്കാളും ഏറ്റവും വലിയ കായലാണ് മറ്റേ വേമ്പനാട്ട് കായൽ. അപ്പം വേമ്പനാട്ട് കായൽ എന്തായാലും നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇൻട്രോ എടുത്തത്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. അതിൽ നല്ല മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒച്ചത്തിൽ. എൻ്റെ മോഹമാണ് സജ്ജന, എൻ്റെ ജീവനാണ് സജ്ജന എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നുണ്ട്. അപ്പം ചെറിയ മഴപ്പൊടി ഉണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല വൈബാണ്. വെള്ളമൊക്കെ നല്ല കളർഫുൾ ബ്രൗൺ കളറിലാണ് ഉള്ളത്. കണ്ട ഭയങ്കര ബ്രൗൺ കളറിലാണ് ഉള്ളത്. അപ്പം എന്തായാലും നല്ല വൈബാണ്. അപ്പോൾ അടുത്തത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണുമോ എന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്നേരം കാണാം. നിങ്ങൾ കണ്ട ആ ബോട്ട് ഉണ്ടല്ലോ, ആ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13-14 AC റൂമുകളുള്ള വലിയൊരു ഹൗസ് ബോട്ടാണ്. 13-14 AC റൂമുകളുള്ള വലിയ ഹൗസ് ബോട്ട്, പിന്നെ ഒരു വലിയ ഹാളും. അത്രയും വലിയ സാധനമാണത്. ഈ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലായി എനിക്കറിയില്ല. വലിയൊരു ഷിപ്പിൻ്റെ തന്നെ ഏകദേശം ഒരു കപ്പലിൻ്റെ വലിപ്പമുണ്ട്. 13 റൂം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു വലിയ ഹാളും. എമ്മാതിരി സാധനം എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതാണ്ട ചെറിയൊരു നമ്മുടെ നാട്ടിലൊക്കെ ആക്കുന്ന പോലെ ഒരു ടാങ്ക് പോലെ ആക്കിയിട്ട് ഇതിൽ കരിമീനുണ്ട്. അങ്ങനെ എന്തോ 2-3 ടൈപ്പ് മീനുകൾ അതിലുണ്ട്, അവർ വളർത്തുന്നതാണ്. പിന്നെ ഇപ്പുറം ഇവിടെ അതുപോലെ വേറൊരു ചെറിയ ടാങ്കുണ്ട്. അതിലിതാ ഒരു ആമയുണ്ട്, ചെറിയ ആമയുണ്ട്. കാണുന്നുണ്ടോ? കണ്ടില്ല? ഒരു ചെറിയ ആമയുണ്ട്. അപ്പോൾ അതിനെയും വളർത്തുന്നതാണ്. അപ്പോൾ ലൈഫ് ഫിഷാണ്. ആ ടാങ്കിലുള്ള ഫിഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് അവർ റെഡിയാക്കി തരും. അപ്പോൾ നമ്മളെന്തായാലും ഊണ് കഴിക്കാൻ പോവാണ്. ഊണിന് സ്പെഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ഫ്രൈ, ചെമ്മീനല്ല, അതാണ് കരിമീൻ ഫ്രൈയും
പിന്നെന്താ നമ്മുടെ നാട്ടിലെ ഇളമ്പക്ക എന്ന് പറയും. ഇവിടെ നമ്മൾ ശിവോട്ടാ നമ്മൾ പറഞ്ഞ ഫ്രൈയുടെ പേരെന്താ? കക്ക ഫ്രൈയും കരിമീൻ ഫ്രൈയും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കക്ക ഫ്രൈയും കരിമീൻ ഫ്രൈയിലും കൂട്ടി പിടുത്തം പിടിക്കാം. അപ്പൊ അടാറ് മഴയാണ് കേട്ടാ. ഊണ് കഴിക്കാൻ പോകുന്നു വിത്ത് കരിമീൻ ഫ്രൈ, കക്ക ഫ്രൈ, ഊണ്. അപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വേമ്പനാട്ട് കായലിൻ്റെ അല്ല, പമ്പ കായൽ ഇപ്പുറം ഇവിടെ ഭക്ഷണം കഴിക്കുന്നു. കരിമീൻ ഫ്രൈ, കക്ക ഫ്രൈ, ഊണ്. ഒരു രക്ഷയില്ലാത്ത വൈവാണ്. എനിക്കിപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. ഞാൻ പൊളിഞ്ഞ് അടുങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഊണ് കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് വൻ മഴയാണ്, വൻ വൈബ്. പുറത്ത് നല്ല മഴ, അകത്തിതാ നല്ല ചോറ്, പപ്പടം, അച്ചടി, പിച്ചടി, കുച്ചടി, പിന്നെ മീൻകറി, പിന്നെ സാമ്പാർ, പിന്നെ വേറെ എന്തൊരു വറവ്, പിന്നെ നല്ല കരിമീൻ ഫ്രൈ, പിന്നെ വേറെ പിന്നെയും മറവ് കക്ക ഫ്രൈ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇളമ്പക്ക, പിന്നെ പപ്പടം, പിന്നെ അങ്ങനെ വേറെ എന്തോ മോര്. അങ്ങനെ കംപ്ലീറ്റ് ഒന്നൊന്നര ഫുഡാണ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ സ്വന്തം ശിക്കാരി ബോട്ടല്ലേ ശിവോട്ട, ശിക്കാര ബോട്ടിൽ വീണ്ടും നമ്മൾ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പം 3:55 ഞങ്ങളുടെ ടൈം 4:40 വരെയാണ്. അപ്പോൾ അതിന് ഏകദേശം 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ ആ 3/4 മണിക്കൂറും കൂടി ഈ പമ്പ കായലിൽ. അപ്പോൾ നമ്മളിപ്പോൾ കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പക്കായലിൽ നിന്ന് പിടിച്ച പമ്പക്കായലിൽ നിന്ന് കോരിയ ഫ്രഷായിട്ടുള്ള കക്ക ഫ്രൈയും അതേപോലെ പമ്പക്കായലിൽ നിന്ന് പിടിച്ച ലൈവായിട്ടുള്ള കരിമീൻ ഫ്രൈ ആണ് ഇപ്പോൾ കഴിച്ചത്. ഒരു രക്ഷയില്ല. ഞാൻ ചുമ്മാ പറയുന്നല്ല, കരിമീൻ ഫ്രൈ ഒക്കെ അല്ലേ രാജകിങ്കാലാണ് ഇഷ്ടപ്പെട്ടില്ല. ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി കരിമീൻ ഫ്രൈ ആയിരുന്നു. നല്ല ഊണ്, നല്ല കക്ക ഫ്രൈ, ഒരു രക്ഷയില്ല. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ പമ്പ ആയുർവേദിക്കിൻ്റെ തൊട്ടടുത്താണ് ഈ പിന്നെ ഹോട്ടൽ, പമ്പ തീരത്തിൻ്റെ എൻഡിലായിട്ട്, പമ്പ കായലിൻ്റെ എൻഡിലായിട്ട്. അപ്പോൾ ആലപ്പുഴയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടത് 5 ബെഡ്റൂമുള്ള നല്ല കിണ്ണം കാഴ്ച. ആ പോകുന്നുണ്ടോ? ആ പോകുന്നത് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഗവൺമെൻറ് അല്ല KSRTC ഒക്കെ പോലെയുള്ള ഓടുന്ന ഒരു ബോട്ടാണ് ആ പോയത്. നല്ല വെള്ള കളറിൽ, വെള്ളി നീലി കളറിൽ KSRTC ബസ്സൊക്കെ പോലെ ഓടുന്ന ബോട്ട്. അതിന് മുന്നേ കണ്ടതെന്ന് പറഞ്ഞാൽ 5 ബെഡ്റൂം. അപ്പോൾ അതിലൊരു ബെഡ്റൂം ഞാൻ ശരിക്കും കാണുന്നുണ്ട്, 2 ആൾ കിടക്കുന്നുണ്ട്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് തോന്നുന്നു. ഒരു രക്ഷയില്ല, നല്ല കിണ്ണം ബെഡ്റൂം. അങ്ങനെ 5 ബെഡ്റൂമുള്ള ഒരു സാധനം നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടത്. അങ്ങനെ എത്ര വ്യത്യസ്തമായ സംഭവങ്ങൾ വരാം. ആലപ്പുഴ കുട്ടനാട് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലോകമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വരണം, ഇവിടെ വന്നിരിക്കണം. വന്ന ആളാണെങ്കിൽ ഒന്നുകൂടെ വരണം. ഇപ്പം എന്ത് സംഭവം എന്നറിയാം, നല്ല മഴയുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല മഴയുണ്ട്. പക്ഷെ നിങ്ങൾ കായലിൻ്റെ അവസ്ഥ ഉണ്ടാ, വെള്ളമൊക്കെ നേരത്തെ ഉണ്ടായ പോലെയല്ല, ഒരുപാട് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ സാധനം നല്ലോണം ലാഞ്ചുന്നുണ്ട്. ഒരു പ്രത്യേക അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കര പറ്റുന്നത് വരെ ഒരു ടെൻഷനുണ്ട്, കാരണം നല്ല വെള്ളം കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല വെള്ളം കയറിയത് കൊണ്ട് തന്നെ നല്ലോണം ലാഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
എന്തായാലും നോക്കട്ടെ അവസ്ഥ എന്താണെന്ന്. ചെറിയൊരു പേടിയുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇതാ ഈ കാണുന്നതാണ്. ഇതേതാ നിങ്ങൾക്ക് മനസ്സിലായ? ഞാൻ ഇതിനു മുന്നത്തെ ഒരു എപ്പിസോഡിൽ നെഹ്റു ട്രോഫി വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന്. ഇവിടുന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങുന്നത്, ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടെയാണ് പോലും മറ്റേ ഈ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ വന്ന മന്ത്രിമാരും ആൾക്കാരൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കാണുക. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് ഇവിടുത്തെ. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ, മന്ത്രിമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വള്ളംകളി കാണുക. ഫിനിഷിംഗ് പോയിന്റിൽ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ തുഴയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ കരിമീൻ ഫ്രൈ, പിന്നെ മറ്റേ നമ്മുടെ ഇളമ്പക്ക ഫ്രൈ, ഇതൊക്കെ ഭക്ഷണവും കാര്യങ്ങളും പിന്നെ ഈ ഒരു എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ടൈമായി 4:40 നമ്മളെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തേണ്ടത്. പക്ഷെ ഇപ്പോൾ 4:50 10 മിനിറ്റ് ലേറ്റായി. നമ്മൾ ഏകദേശം അടുത്തു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ അപ്പുറം മറ്റേ KSRTC ബസ് സ്റ്റേഷനാണെന്നാണ് പറയുക. അവിടുന്ന് നേരെ ഞങ്ങൾ ബസ് കയറി തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട അങ്ങനെ പോകും. അപ്പം അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തുക. എന്നാലും നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. പിന്നെ എൻ്റെ മുത്തുമണികൾ, സ്ഥിരമായിട്ട് കാണുന്ന മുത്തുമണികൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പേജിൻ്റെ ലിങ്കുകളുണ്ട്. ആ ഫേസ്ബുക്കിൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വ്യത്യസ്തമായ എന്തെങ്കിലും ആയിട്ട് കാണുന്നത് വരെ ജംഷദ് ഗഫൂർ, യോ ബഡി ട്രാവലർ.